കിട്ടിയിട്ടുണ്ട്. What pressure will be transmitted to the floor of the elevator by a man weighting is 600 Newton. അപ്പൊ നമ്മളോട് ആദ്യം പറഞ്ഞേക്കുന്നത് അവിടെ ഫ്ലോറിൽ എലിവേറ്റർ തമ്മിലുള്ള പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അതിപ്പോ നമുക്ക് ആളുടെ വെയിറ്റ് തന്നിട്ടുണ്ട്, എത്രയാണ് W തന്നിട്ടുണ്ട്, 600 Newton ആണെന്ന് തന്നിട്ടുണ്ട്. Traveling in the elevator, what the pressure will be transmitted if the elevator has to be downward? The acceleration is, അതായത് ഇപ്പൊ ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഒന്ന് ആക്സിലേഷൻ മുകളിലേക്ക് പോകുമ്പോൾ ആളുടെ വെയിറ്റ് 600 തന്നിട്ടുണ്ട്. ആളുടെ വെയിറ്റ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം പറഞ്ഞുതരാം. ഒരു ലിഫ്റ്റില് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ ഒബ്ജക്റ്റും ഈ ആളുടെ വെയിറ്റ് ഇവിടെ പറഞ്ഞേക്കണത്, ഈ ആളുടെ വെയിറ്റ് പറഞ്ഞേക്കണത് 600 Newton ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ആക്സിലറേഷൻ ആണ് പറഞ്ഞേക്കുന്നത്, അത് മുകളിലോട്ടുള്ള ആക്സിലറേഷൻ ആണ്. അപ്പൊ എയുടെ വാല്യൂ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു റിയാക്ഷൻ ഫോം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രത്തിൽ പറയാനുള്ളത്, അല്ലെ? ഇത് രണ്ടും പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സിലറേഷൻ മുകളിലേക്കാണെന്നെങ്കിൽ ഇനർഷ്യ ഫോഴ്സ് എന്തായിരിക്കും? താഴേക്കായിരിക്കും. ക്ലിയർ ആണോ? ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് ഇനി നമുക്ക് എന്തൊക്കെ കാണേണ്ടത്? അപ്പൊ 6 W കിട്ടി, ഇനർഷ്യ ഫോഴ്സും കിട്ടിയിട്ടുണ്ട്. 6 എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, 6 നമുക്ക് കാണേണ്ടത്. വെയിറ്റ് താഴെ 6 പോസിറ്റീവ് ആണ്, വെയിറ്റ് നെഗറ്റീവ് ആണ്, 600 Newton ആണ്. പിന്നെ ഇനി ഇനർഷ്യ ഫോഴ്സ് കാണുന്നുണ്ടെങ്കിൽ MA ആണ് വേണ്ടത്. ഇതപ്പോ എങ്ങടെ വരാ? താഴേക്ക് വരുന്നത് കൊണ്ട് ഇത് ആക്സിലറേഷൻ മുകളിലേക്ക് ആയതുകൊണ്ട് മൈനസ് ആയിരിക്കും. പക്ഷെ ഈ മാസ് എടുക്കുമ്പോൾ എപ്പോഴും എന്ത് വേണം? അത് ന്യൂട്ടണിലാണ് വന്നേക്കണം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യണം. മാസ് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ആളുടെ വെയിറ്റ് തന്നിരിക്കുന്നത് ന്യൂട്ടണിലാണ്. അതിന് മാസിലേക്ക് ആക്കുമ്പോൾ, ന്യൂട്ടൺ മാറ്റി മാസിലേക്ക് ആക്കുമ്പോൾ 6000നെ 9.8 കൊണ്ട് 81 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ടൊന്ന് സോൾവ് ചെയ്ത് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ആറിന്റെ വാല്യൂ കണ്ടെത്തിയേ. ഇപ്പൊ എല്ലാ വാല്യൂം കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇങ്ങനെയാണ് ചെയ്തേ. R ഈക്വൽ ടു 600 മൈനസ് ആയിരുന്നു. ഏതൊക്കെ മൈനസ് ആയിരുന്നു? 600 മൈനസ് ആയിരുന്നു, MA മൈനസ് ആയിരുന്നു. ഈക്വൽ ടു അപ്പുറത്ത് പോയപ്പോ രണ്ടും പോസിറ്റീവ് ആയി. അവിടെ ക്ലിയർ അല്ലേ? നേരിട്ട് കിട്ടുണ്ടാവല്ലേ അവിടെ? അപ്പൊ ഒന്ന് സെറ്റ് ചെയ്തേ. അപ്പൊ വേണ്ട, ചെറു തെറ്റാണ് വരുന്നത്, മാർക്ക് ഫുള്ള് നമ്മളെ പോകും. ഓക്കെ, ഇനി അടുത്ത ചെയ്ത് നോക്കിയേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. What pressure will be transmitted the elevator has downward acceleration of 2 meter per second square. ഇത് ഞാൻ പറഞ്ഞല്ലോ, തന്നെ ചെയ്ത് നോക്കിയേ. സെയിം ഇക്വേഷൻ ഒക്കെ തന്നെയാണ് വരിക. നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ എവിടെയാണ് വരുന്നത് മാത്രം നോക്കിയാൽ മതി. എയുടെ വാല്യൂ, ഒരു ആക്സിലറേഷന്റെ വാല്യൂ വേറെ വന്നിട്ടുണ്ട്. ക്ലിയർ ആയല്ലോ? ഒന്നും പറഞ്ഞേ. 477.68 അല്ലെങ്കിൽ അത് പോയിന്റിന് ശേഷമുള്ള വാല്യൂ നോക്കണ്ട. 477 അത് ചില കാൽക്കുലേറ്ററിൽ വ്യത്യാസം വരും. അപ്പൊ അത് കിട്ടും. അപ്പൊ ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞേ.
വായിച്ചോ ക്വസ്റ്റ്യൻ? upward acceleration 1.2. 1.2 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആക്സലേഷൻ കിട്ടി, അപ്വേർഡ് ആണ്, അടിയിൽ നിന്ന് മുകളിലേക്കാണെന്ന് കിട്ടി. പിന്നെ ആളുടെ വെയിറ്റ് വന്നിട്ടുണ്ട് 750. 150 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രം വരയ്ക്കാലോ. കുറച്ച് വേഗം ചെയ്ത പോലെ തന്നെ. അപ്പൊ ആക്സലേഷൻ അപ്വേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനർഷി ഓഫ് ഫോഴ്സ്. അത് നോക്കിയിട്ട് വരയ്ക്കാം കേട്ടോ. അപ്വേർഡ് ആണെങ്കിൽ ഇപ്പൊ -ma അല്ലേ? അപ്വേർഡ് ആണെങ്കിൽ മുകളിലേക്കാണ്. അപ്പൊ ഇനർഷ്യ ഫോഴ്സ് മൈനസ് ആയിരിക്കും. അപ്പൊ മൈനസ് തന്നെ വരും. അപ്പൊ ഞാൻ വായിക്കാം. 6 മൈനസ് 750 മൈനസ് ma = 0 അല്ലേ? എം കാണുമ്പോ മാസ് കാണുമ്പോ എന്ത് ചെയ്യണം? ഡിവൈഡ് ബൈ 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വേഗം ആൻസർ പറഞ്ഞേ. അല്ലല്ലോ, തിരിച്ചാ. നമ്മൾ വായിക്കാം. 750 മൈനസ് 750 ഡിവൈഡ് ബൈ 9.81 ഇൻറ്റു 1.2 അല്ലെ? വരാ 1000 അല്ലല്ലേ ഇപ്പൊ പറയണേ? 841.74 ന്യൂട്ടൺ. ഓക്കെ, കറക്റ്റ് ആണ്. ഇനി അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേക്ക്. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡൗൺവേർഡ് ആയി. അപ്പൊ ഇക്വേഷൻ തന്നെ ഡൗൺവേർഡ് ആക്കിയിട്ട് ഡൗൺവേർഡ് ആവുമ്പോ എന്ത് ഓപ്പോസിറ്റ് ആവും? ma പ്ലസ് ma ആവും. ഓക്കെ, വേഗം ചെയ്തോളൂ. ഇതില് ആക്സിലറേഷൻ ആണോ? ആക്സിലേഷൻ സെയിം തന്നെ, 1.2 തന്നെ. അതിൽ വ്യത്യാസമൊന്നുമില്ല. ആക്സിലേഷൻ ഡൗൺവേർഡ് ആവുമ്പോ ഏതാണ് ഓപ്പോസിറ്റ് ആവുന്നത്? ഇനർഷ്യ ഫോഴ്സ് ഓപ്പോസിറ്റ് ആവും. അപ്പൊ ഇനർഷ്യ ഫോഴ്സ് ഇവിടെ നേരത്തെ നെഗറ്റീവ് ആയിരുന്നു, ഇപ്പൊ പോസിറ്റീവ് ആയി. ഇനി ചെയ്യാൻ പറ്റില്ലേ? 658.26 ന്യൂട്ടൺ കിട്ടി. അത് കുഴപ്പമില്ല. 25 ആയാലും പോയിന്റിന് ശേഷമുള്ള വാല്യൂസ് ചെറുതായിട്ട് വാല്യൂ ചെയ്താൽ കുഴപ്പമില്ല. അത് നമ്മൾ എടുക്കുന്ന കാൽക്കുലേറ്ററിന്റെയും നമ്മൾ എടുക്കുന്ന പോയിന്റുകൾക്ക് വ്യത്യാസം വരുമ്പോഴാണ് അത് വരിക. അതുകൊണ്ട് കുഴപ്പമില്ല. ആ വലിയ എമൗണ്ട് കറക്റ്റ് ആയാൽ മതി. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഇല്ലേ? What upward acceleration would causes his weight is to exert force of 900 Newton on the floor. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നത് ആളുടെ വെയിറ്റ് മാത്രമേ പറഞ്ഞായിരുന്നുള്ളൂ. ഇപ്പൊ ആളുടെ വെയിറ്റ് എന്തായി മാറിയിട്ടുണ്ട്? 900. ആ ഫ്ലോറിന്റെ വെയിറ്റ് പറയുന്നത്. അപ്പൊ 900ന്റെ കേസും കൂടി അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ വെയിറ്റ് ചേഞ്ച് ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് 750 ആയിരുന്നു. ഇപ്പൊ അത് മാറി എന്തായി മാറി? 900 ആയി മാറി. അപ്വേർഡ് ആക്സിലേഷൻ തന്നെയാണ് കാണാനുള്ളത്. സെയിം പ്രൊസീജിയർ തന്നെ.
ആ വെയിറ്റ് മാത്രം ചേഞ്ച് ചെയ്തു. അതിപ്പോ ചെയ്യുന്നത് ആ ഫ്ലോറിന്റെ കേസാണ്. ആളുടെ വെയിറ്റ് മാസ് എടുക്കേണ്ടത് 750 70. by ഇപ്പൊ 9.8. ഓക്കെ. ഇപ്പൊ നമുക്ക് കാണേണ്ടതിൽ ആക്സിലറേഷൻ ആണ് കാണേണ്ടത്. അപ്വേർഡ് ആക്സിലറേഷൻ. അതായത് ഇപ്പൊ നമുക്ക് നിൽക്കുന്ന ആളുടെ ഫ്ലോർ, അതായത് ഈ ഫ്ലോറിന്റെ ടച്ച് ചെയ്ത് നിൽക്കുന്ന കേസ് പറയുമ്പോൾ നമുക്ക് ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ആറാണ് നമ്മുടെ, അല്ലെ? ഈ ആറല്ലേ ഇവിടെ ഫ്ലോർ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഭാഗം. ഈ ആറിന്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് കിട്ടിയേക്കണത്? ഈ 900 കിട്ടിയേക്കണത്. വെയിറ്റ് ഓൾറെഡി ഈ വെയിറ്റ് തന്നെ ഉണ്ട്. പക്ഷെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യയിലെ ഈ ആക്സിലറേഷൻ നമുക്കറിയില്ല. ക്ലിയർ ആണോ? അപ്പൊ MA അപ്പൊ പോസിറ്റീവ് ആയിട്ട് അപ്വേർഡ് ആക്സിലറേഷൻ. അപ്വേർഡ് ആയതുകൊണ്ട് MA പോസിറ്റീവ് ആയിരിക്കും. അപ്വേർഡ് ആണ് പറഞ്ഞേക്കണത്. അപ്വേർഡ് ആവുമ്പോ പോസിറ്റീവ് ആയിരിക്കും. അല്ല, ഓപ്പോസിറ്റ് അല്ല, നെഗറ്റീവ് ആയിരിക്കും. അപ്വേർഡ് വരുമ്പോ ആക്സിലറേഷൻ മുകളിലേക്ക് താഴേക്ക് വരും. അപ്പൊ ഇനി ഇതിൽ ആക്സിലറേഷന്റെ വാല്യൂ കൊടുക്കാൻ M എന്ന് പറയുമ്പോൾ വെയിറ്റിന്റെ ആണ് കേട്ടോ. 750 ഡിവൈഡ് ബൈ 9.81 ആയിരിക്കും വരിക M. വേഗം സോൾവ് ചെയ്തേ. (1.96 meter per second square) ആണ് ആൻസർ. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ചെയ്യാൻ പറ്റുമല്ലോ ഇപ്പൊ. പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കാം, വായിച്ചു നോക്കിയിട്ട് ചെയ്യാൻ പറയണേ. ആൻ എലിവേറ്റർ ഓഫ് ടോട്ടൽ വെയിറ്റ്, ഒരു എലിവേറ്ററിന്റെ ടോട്ടൽ വെയിറ്റ് 500 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ടു മൂവ് അപ്വേർഡ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഓഫ് 1 meter per second square. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെയിറ്റ്, ടോട്ടൽ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ആക്സിലറേഷൻ 1 meter per second square ആണ്, അത് അപ്വേർഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞേക്കണത് ഫൈൻഡ് ദ ഫോഴ്സ് ഇൻ ദ കേബിൾ ഡ്യൂറിങ് ദ ആക്സിലറേഷൻ മോഷൻ. അതായത് ഈ കേബിള് ഇവിടെ ടെൻഷനാണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഈ ഫിഗറിന്റെ കേബിളിന്റെ ടെൻഷനാണ് കാണേണ്ടത്. അതായത് ഇതിന്റെ മൊത്തം കേസ് അല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഈ സ്ട്രിങ്ങിന്റെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സ്ട്രിങ്ങിന്റെ കേസ് വരുമ്പോൾ ഇവിടുത്തെ ഈ എലിവേറ്ററിന്റെ സ്ട്രിങ്ങിന്റെ കേസാണ് ഇവിടെ പറയുന്നത്. അപ്പൊ സ്ട്രിങ്ങിന്റെ കേസ്, കേബിൾ വെയറിന്റെ കേസ് പറയുന്നത് കൊണ്ട് അത് എന്തായിരിക്കും? അപ്പൊ അവിടെ ടെൻഷനാണ് കാണേണ്ടത്, റിയാക്ഷൻ അല്ല. അപ്പൊ ഇത് ടച്ച് ചെയ്യുന്നില്ല, സ്ട്രിങ്ങിൽ നിൽക്കല്ലേ. അപ്പൊ സ്ട്രിങ്ങിന്റെ കേസ് പറയുമ്പോൾ അവിടെ എന്താണ് നമുക്ക് കാണുന്നത്? ടെൻഷൻ ആയിരിക്കും. റിയാക്ഷന് പകരം ടെൻഷൻ ആയിരിക്കും. ബാക്കി എല്ലാ കേസും സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ആറിന് പകരം എന്തായി മാറും? സ്ട്രിങ് ആയതുകൊണ്ട് ഒരു കേബിൾ ആണെന്ന് പറഞ്ഞു. കേബിളിന്റെ കേസ് വരുമ്പോൾ അവിടെ എന്തായിട്ട് മാറും? ടെൻഷൻ കാരണം, റിയാക്ഷൻ അല്ല. ബാക്കിയൊക്കെ സെയിം തന്നെ. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 1 meter per second square ആക്സിലറേഷൻ തന്നിട്ടുണ്ട്. അത് അപ്വേർഡ് ആണെന്ന് പറഞ്ഞു. അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇനർഷ്യ ഓഫ് ഫോഴ്സ് ഡൗൺവേർഡ് ആയിരിക്കും. വെയിറ്റ് പറഞ്ഞേക്കണത് 5000 ആണ്. അത് തന്നെ അത് മാസിലേക്ക് ആക്കുമ്പോൾ 5000 ഡിവൈഡ് ബൈ 9.81 ചെയ്യണം. സെയിം പ്രൊസീജിയർ തന്നെ. ആറിന് പകരം ടെൻഷൻ ആണ് ഇവിടെ കാണേണ്ടത്. ചെയ്തോ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ കേട്ടോ അതിൽ. Five five zero nine point six eight. 5509.68 ന്യൂട്ടൺ കിട്ടി. ഇനി അതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ ഫോഴ്സ് അറ്റ് ദ ഫ്ലോർ ഓഫ് ദ എലിവേറ്റർ അണ്ടർ ദ ഫീറ്റ് ഓഫ് എ മാൻ. മെന്നിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 600 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. When the elevator move up with a uniform retardation of 1 meter per second square. ഇവിടെ ആക്സിലറേഷൻ അല്ല തന്നേക്കണത്, റിട്ടാറേഷൻ ആണ് തന്നേക്കണത്. അപ്പൊ എന്തായിരിക്കും? ഇത് ഡിഗ്രീസ് ചെയ്യായിരിക്കും.
ഒരു യൂണിഫോം ടേമിൽ, അതായത് ഇപ്പൊ 10 വെച്ചാണെങ്കിൽ 10 വെച്ച് ഡിക്രീസ് ചെയ്ത് അതിന്റെ സ്പീഡ് കുറഞ്ഞാണ് വരിക. അപ്പൊ നമുക്ക് അത് 1 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ, ആക്സിലറേഷൻ മുകളിലേക്ക് വരുമ്പോൾ നമ്മളോട് എന്ത് പറഞ്ഞു, താഴേക്കായിരിക്കും നമ്മുടെ ഇനർഷ്യ ഓഫ് ഫോഴ്സ് താഴേക്കായിരിക്കും. ആക്സിലറേഷൻ താഴേക്കാണെങ്കിൽ ഇനർഷ്യ ഓഫ് ഫോഴ്സ് മുകളിലേക്കായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ റിട്ടാർഡേഷന്റെ കണ്ടീഷൻ ആണെങ്കിൽ എന്താ പറഞ്ഞത്, രണ്ടും മുകളിലേക്കാണ്. റിട്ടാർഡേഷൻ ആണ് അത് അപ്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഇനർഷ്യ ഓഫ് ഫോഴ്സും അപ്വേർഡ് ആയിരിക്കും. അത് താഴേക്കാണെന്നുണ്ടെങ്കിൽ രണ്ടും താഴേക്കായിരിക്കും എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? അപ്പൊ എണ്ണയാണ്. അപ്പൊ എം എന്തായിരിക്കും, ഇവിടെ അപ്വേർഡ് ആണ്. അപ്പൊ എം എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ചെയ്തോ. ഇവിടെ 6 ആണ് കണ്ടത് കേട്ടാ. 600 ആണ് വെയിറ്റ്. $538.83. 538.84 അല്ലെ? 3 ദിവസം കൂടെ ചെയ്തു. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഇത് നമ്മൾ പറയുന്നത് ഇംപ്ലസ് മൊമെന്റം ഇക്വേഷൻ. ഈ ഇക്വേഷൻ എങ്ങനെ വരുന്നത് പറഞ്ഞത്, ഇക്വേഷൻ എന്ന് വെച്ചാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ എഫക്ട് ചെയ്യുന്നതിനെയാണ് ഇംപ്ലസ് എന്ന് പറയുന്നത്. ഇംപ്ലക്സ് എന്ന് പറഞ്ഞാല് ഒരു ഒബ്ജക്റ്റ്, ഇവിടെ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ്, ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ഒരു ചെറിയ ടൈമിൽ എഫക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയാ, ഇംപ്ലസ് മൊമെന്റം ഓഫ് ഇക്വേഷൻ എന്ന് പറയാം. അപ്പൊ ഇവിടെ ഇംപ്ലസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഫോഴ്സും ടൈമും, എന്നുവെച്ചാൽ ലാർജ് എമൗണ്ട് ഓഫ് ഫോഴ്സ് ആണ്. അപ്പൊ ഫോഴ്സ് ആണ് അവിടെ വരുന്നത്, അത് ഷോർട്ട് ടൈം പീരീഡിലാണ് അത് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ ടൈം ആയിരിക്കും അടുത്ത ടേം വരിക. അപ്പൊ ഈ ടൈമും എഫും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ഇംപ്ലസ് മൊമെന്റിന്റെ ഇക്വേഷൻ. അപ്പൊ I is equal to F into T എന്ന് കിട്ടും നമ്മുടെ ഇംപ്ലസ് മൊമെന്റിന്റെ ഇക്വേഷൻ. I is equal to F into T. ഇത് ക്ലിയർ ആണോ? ഇതിൽ ഈ ഫോഴ്സിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് ന്യൂട്ടനും ടൈമിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് സെക്കൻഡും ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഐയുടെ ഇംപ്ലസിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ആയിരിക്കും. അത് ക്ലിയർ അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞേക്കണം നോക്കിയാൽ, ഇനി അത് മൊമെന്റം ഓഫ് പി, മൊമെന്റം കാണാനാണ്. മൊമെന്റം ആണെന്നുണ്ടെങ്കിൽ പിയുടെ ഇക്വേഷൻ M into V ആണ്. M into V ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ. അപ്പൊ M എന്ന് പറഞ്ഞത്, എമ്മിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞത് എന്തായിരുന്നു, ഇത് മാസ് ആണ്, കിലോഗ്രാമിലാണ് വരിക. V വെലോസിറ്റി ആണ്, വെലോസിറ്റിന്റെ മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും നമ്മൾ എടുക്കാം. അപ്പൊ നമുക്കിത് മൊമെന്റിന്റെ ഇക്വേഷൻ വരുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിന് നമുക്ക് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാന്ന് പറയണത്, ഇവിടെ താഴെ ഒരു എക്സ് ഉണ്ട് അല്ലെ, കിലോഗ്രാമിന്റെ kg അങ്ങനെ കിടന്നോട്ടെ. പിന്നെ വരുന്ന വെലോസിറ്റിയുടെ മാസ് ഇൻറ്റു എക്സിൽ, അതായത് ഇവിടത്തെ ഈ മാസ് ഇൻറ്റു എക്സിന്റെ കൂടെ ഒരു എക്സ് ഇവിടെ മുകളിലും ഒരു എക്സ് താഴെ നമ്മൾ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 തന്നെ കിട്ടും. അപ്പൊ ഈ 1ന് പകരം നമ്മൾ എന്ത് കൊടുത്തു, ഒരു എക്സ് മുകളിലും ഒരു എക്സ് താഴെയും കൊടുക്കാം. അപ്പൊ M ഡിവൈഡഡ് ബൈ മുകളിൽ ഒരു എക്സ് താഴെ ഒരു എക്സ്, ഈ ഒരു എക്സ് കൂടി ഉണ്ടായിരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴത്തെ ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, M into x സ്ക്വയർ കിട്ടും. വീണ്ടും ഒരു എക്സ് വരും. kg into M by x സ്ക്വയർ, അത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് ന്യൂട്ടൺ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഇത് ന്യൂട്ടന്റെ യൂണിറ്റ് ആണ്, ഇതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അപ്പൊ അത് ന്യൂട്ടൺ നിന്നും കിട്ടും. സെക്കൻഡ് അങ്ങനെ തന്നെ വരും. അപ്പൊ നമുക്ക് എന്തിന്റെ കിട്ടി, ന്യൂട്ടൺ സെക്കൻഡ് തന്നെ കിട്ടി. അപ്പൊ ഈ ഇംപ്ലസിന്റെയും ന്യൂട്ടൺ സെക്കൻഡ് കിട്ടി, മൊമെന്റത്തിന്റെയും യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് തന്നെ കിട്ടി. ഇത് ക്ലിയർ ആണോ? അപ്പൊ ഇംപ്ലസിന്റെയും മൊമെന്റിന്റെയും യൂണിറ്റ് സെയിം ആണ്. ഇനി മൊമെന്റ് എന്ന് പറയുമ്പോൾ മൊമെന്റിന്റെ പ്രത്യേകത നോക്കിയാൽ, മൊമെന്റ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒബ്ജക്റ്റ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഫിഗർ വരച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റിന് 5 കിലോ വെയിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ വെയിറ്റ് 5 കിലോയും ഇതിന്റെ വെയിറ്റ് 15 കിലോ ഉണ്ടായിരുന്നു ഇരിക്കുക. ഇതൊരു പൊക്കത്തിലിരിക്കും, മുകളിലിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് താഴേക്ക് വീഴുന്നു, അതാണ് മൊമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. താഴേക്ക് വീഴുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 5 കിലോ മാസമുള്ള ഒബ്ജക്റ്റ് വീഴുമ്പോൾ നമുക്ക് എന്ത് വരുന്നുള്ളൂ, താഴെ അത് വന്ന് പതിക്കുമ്പോൾ ചെറിയൊരു എഫക്റ്റ് ഇവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ 50 കിലോ വെയിറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റ് താഴെ വന്ന് പതിക്കുമ്പോൾ എന്തായിരിക്കും, ഇതിനേക്കാൾ വലിയൊരു മൊമെന്റം ഇവിടെ കാണിക്കും. ഇതാണ്
ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു. ക്ലിയർ ആണോ? clear. അപ്പൊ ഈ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് എം ഇൻറ്റു എ ആയിരുന്നു. എമ്മിന്റെ ഇക്വേഷൻ കിലോഗ്രാം, എയുടെ ആക്സിലറേഷന്റെ ഇക്വേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അങ്ങനെയാണ് നമ്മൾ ന്യൂട്ടൺ കിട്ടിയത്. ഈ ന്യൂട്ടനാണ് നമ്മൾ എന്ത് ചെയ്ത് ഇവിടെ ഇതിന് പകരം നമ്മൾ കൊടുത്തത് ഈ ന്യൂട്ടന്റെ വാല്യൂ ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ ആയിരുന്നു, ഫോഴ്സിന്റെ യൂണിറ്റ് ആയിരുന്നു ന്യൂട്ടൺ. ആ ന്യൂട്ടന്റെ തന്നെയാണ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പൊ ഈ യൂണിറ്റും ഈക്വൽ ആയിട്ട് കിട്ടി. രണ്ടും ക്ലിയർ അല്ലേ? Clear. ഇനി ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, കുറച്ച് ഡെറിവേഷൻ ആണ് പറയുന്നത്. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ, അതായത് ഇനർഷ്യ എന്ന് ഇപ്പൊ ഇംപ്ലസ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് മൊമെന്റം ആണെന്ന് തെളിയിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പൊ നമ്മൾ എടുത്ത ഇംപ്ലസ് എന്ന് പറയുന്നത് ചേഞ്ചിങ് മൊമെന്റം ആണെന്ന് തെളിയിക്കാനായിട്ട്, ചേഞ്ചിങ് മൊമെന്റ് ആണെന്ന് തെളിയിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എടുക്കുക. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ F = m ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ടൈമില് ഈ എ എന്ന് പറഞ്ഞാൽ എന്താണ്? dv/dt ആണ് അല്ലെ? വെലോസിറ്റിയുടെ ഡെറിവേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആക്സിലറേഷൻ കിട്ടുന്നത്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. വെലോസിറ്റിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ആക്സിലറേഷൻ കിട്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കും? ഇവിടെ dv/dt സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് ക്ലിയർ ആണോ? Clear. ഇനി ഈ ഡിറ്റിനെ എന്ത് ചെയ്യുക? ഈക്വലിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ എഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ താഴെ ഉണ്ടായിരുന്ന ഡിവിഷനിൽ ഉണ്ടായിരുന്ന ഡിറ്റിനെ ഇപ്പുറത്തേക്ക് ഈക്വലിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് എഫ് ഇൻറ്റു ഡി ടിയും വരും. ഇവിടെ ബാലൻസ് എം ഇൻറ്റു ഡി വിയും വരും. ഇത് ക്ലിയർ ആയോ? എന്നിട്ട് ഇതിന് ബോത്ത് സൈഡിലും ഇന്റഗ്രേറ്റ് ചെയ്യാനാ പറയണം. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുക, ഇവിടെ ഇന്റഗ്രേഷൻ കൊടുക്കുക. അപ്പൊ എഫ് ഇൻറ്റു ഡി ടി വരും, ഇവിടെ ഡി ഇൻറ്റു എം വി വരും. ഇതിൽ എം കോൺസ്റ്റന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിന് എമ്മിനെ പുറത്തേക്ക് ഇട്ടിട്ട് ഡി വി ഒരുമിച്ചാക്കാം. ഇവിടെ എഫ് ഇൻറ്റു ഡി ടിയും വരും. ഇത് ക്ലിയർ അല്ലേ ഇവിടെ വരെ? Clear. ഇനി നമുക്ക് ഇതിന് ഇന്റർവെല് കൊടുക്കണം. അതായത് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം, അതായത് ഇതിന് ഇന്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഇന്റർവെല് സെറ്റ് ചെയ്യണം. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈം T1 അതിന്റെ ഫൈനൽ ടൈം T2. അപ്പൊ ഇന്റഗ്രേഷൻ T1 to T2 ഇവിടെ ടൈമിന് വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് അല്ലെ? ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് ടൈമിന് വെച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് T1 തുടങ്ങി T2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ നമുക്ക് വെലോസിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് V1 to V2 കൊടുത്തു. അതിനുശേഷം ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ പുറത്തേക്ക് ഇട്ടു. ഇവിടെ നമുക്ക് അത് പോയി കഴിയുമ്പോൾ ബാലൻസ് 1 ഉള്ളൂ. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ടിയുടെ ടൈമിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? കൂടെ ഒരു ടി വരും. അപ്പൊ നമുക്ക് ടി എന്ന് കിട്ടും. ആ ടിക്ക് ഈ പറഞ്ഞ ഇന്റർവെല് കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ T1 to T2 കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ടൈമിന് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണ് ഇന്റഗ്രേഷൻ? Clear. അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ എം കോൺസ്റ്റന്റ് ആയിരുന്നു, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി ഡി വി ആണ് കിടക്കുന്നത്. ഡി വിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇത് പോയി കഴിയുമ്പോൾ ഒരു 1 ഉണ്ടാവും. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് വിയുടെ ടൈമിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറയണം. അപ്പൊ നമുക്ക് ഒരു വി കിട്ടും. ആ വിനെ കൊടുക്കാൻ പറഞ്ഞ ഇന്റർവെല് V1 to V2 ആണ്. അപ്പൊ നമുക്ക് V1 to V2 കൊടുക്കാം. V1 to V2 കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് V1 to V2 അപ്പൊ ഇതിനൊന്നും നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമുക്ക് ഇനി ഈ V2നെയും V1നെയും ഈ വിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ ടിയിലേക്ക് T2നെയും T1നെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി എഫ് കോൺസ്റ്റന്റ് ആയിരുന്നു. ഈ സൈഡിലേക്ക് നോക്കാം. ഇവിടെ എഫ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് എഫ് അങ്ങനെ തന്നെ എഴുതി. ആദ്യം മുകളിലത്തെ ഇന്റർവെല് കൊടുക്കുക. അതായത് T2 ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മൈനസ് T1 കൊടുക്കുക. അപ്പൊ T2 മൈനസ് T1 കിട്ടും നമുക്ക് ഈ സൈഡ്. അതുപോലെ എം കോൺസ്റ്റന്റ് ആയിരുന്നു. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം വിക്ക് പകരം V2 ആദ്യം കൊടുക്കുക, അതിന് ശേഷം V1 കൊടുക്കുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായി? V2 മൈനസ് V1 എന്ന് വരും. ഇനി ഇതിൽ ഈ T2 മൈനസ് T1 എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ടൈം ആണ്. അപ്പൊ നമുക്ക് ടി എന്ന് കൊടുക്കുക. അപ്പൊ എഫ് ഇൻറ്റു ടി വരും. ഇത് എഫ് ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇംപ്ലസ് ആണ്. അപ്പൊ എഫ് ഇൻറ്റു ടിക്ക് പകരം ഞാൻ ഐ കൊടുത്തു. ഇനി ഈ എമ്മിനെ ഉള്ളിലോട്ട്, ഈ ബ്രാക്കറ്റിന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എം ഇൻറ്റു V2 എന്ന് പറയുമ്പോൾ എം V2, പിന്നെ വരുമ്പോൾ മൈനസ് എം V1 എന്ന് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇത് ഫൈനൽ, ഈ ടേം ഫൈനൽ മൊമെന്റവും ഇത് ഇനീഷ്യൽ മൊമെന്റവും ആണ്. അപ്പൊ ഇതിനെ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റ് എന്ന് കിട്ടി. ഈ ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് ചേഞ്ചിങ് മൊമെന്റം ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? ഇംപ്ലസ് ഇസ് ഈക്വൽ ടു ചേഞ്ചിങ് മൊമെന്റ് എന്ന് കിട്ടി. ക്ലിയർ ആണോ ഈ ഡെറിവേഷൻ? Clear. ഇനി ഇതുപോലെ വർക്ക് എനർജിയുടെ ഡെറിവേഷനും കൂടി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഡെറിവേഷൻ ആയിട്ട് ചോദിക്കുക. ഡെറിവേഷൻ ചോദിച്ചിട്ടില്ല, കൺസെപ്റ്റ് ഓൺലി എന്നാ പറഞ്ഞേക്കണം. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഡെറിവേഷൻ പഠിക്കാൻ സിലബസിൽ ഇങ്ങനെ ആയിരുന്നു. ഈ ഡെറിവേറ്റീവിന്റെ വർക്ക് എനർജിയുടെ വെച്ചാൽ ഇത് നമ്മൾ
+2 പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ആ ആ അപ്പൊ ആ ഡെറിവേഷൻ ഒക്കെ നമ്മൾ അവിടെ പറഞ്ഞു പോന്നിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ വരുമ്പോ അതിന്റെ ആ കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് യൂസ് നമ്മൾ അടുത്ത ഭാഗത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ കൺസെപ്റ്റ് ഓൺലി എന്നാണ് പറഞ്ഞേക്കണം. അപ്പൊ ഡെറിവേഷൻ ജസ്റ്റ് പറഞ്ഞു പോയാലും അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നത്. ആ അപ്പൊ ഡെറിവേഷൻ വന്നതൊന്ന് ജസ്റ്റ് നോക്കി വെക്കാം കേട്ടോ. ഡെറിവേഷൻ ആയിട്ട് ചോദിക്കാറില്ല. അതായത് ആ ഓക്കെ ഇംപ്ലിസിറ്റ് പറഞ്ഞാൽ ചേഞ്ചിങ് മൊമെന്റം ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ ടേം ഓർത്ത് വെച്ചാൽ മതി. ചേഞ്ചിങ് മൊമെന്റം. ഒരു ഇക്വേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ I is equal to mv2 - mv1 എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണെന്ന് മനസ്സിലാവണം നമുക്ക്. അത് ചേഞ്ചിങ് മൊമെന്റം ആണ് തന്നേക്കണത്. ഇങ്ങനെയൊക്കെ ഇക്വേഷനിലോ ആ ഓപ്പോസിറ്റിലൊക്കെ വന്നു കഴിഞ്ഞാല് അത് നമുക്ക് ഇതാണെന്ന് മനസ്സിലാക്കണം. ഓക്കെ അതതിന്റെ ആവശ്യമുള്ളൂ. ഇത് ക്ലിയർ ആണ്. ഇനി നമുക്ക് വർക്ക് അപ്പൊ ഇത്രയും പറഞ്ഞത് ക്ലിയർ അല്ലേ? ആ ക്ലിയർ. ഇനി വർക്ക് എനർജി ഇക്വേഷൻ എങ്ങനെ വരാൻ നോക്കാം. വർക്ക് എനർജി ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു ഒബ്ജക്റ്റ് ആയിരുന്നു. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത്, അതായത് ഇവിടെ ആയിരുന്നു ഇരുന്നിരുന്നത്. ഈ 1 എന്ന പോയിന്റിലാണ് ഈ ഒബ്ജക്റ്റ് ഇരുന്നത്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോൾ 2 പോയിന്റിൽ എത്തി. ഇപ്പൊ നമ്മുടെ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ വരെ എത്തി. അപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ ഇവിടെ വരെയുള്ള ഈ മൂവ് ചെയ്ത് ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് ആണ് ഈ ds എന്ന് പറയുന്നത്. അതായത് ഡിസ്പ്ലേസ്മെന്റ്. ds എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറഞ്ഞ ഒരു ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഒരു ചെറിയ പോയിന്റുകൾ, 2 പോയിന്റുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞാല് ആ പോയിന്റുകൾ തമ്മിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്. ഏറ്റവും ഷോർട്ട് എന്ന് പറയുന്നത് ഇത് വരും. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നിന്ന് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ട് ഇതിലേക്ക് എത്തുന്ന ആ ഡിസ്റ്റൻസ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എടുക്കുന്ന ടൈം ആണ് നമ്മുടെ ds. അതെങ്ങനെ എങ്ങനെയാണ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്താം? ഇവിടെ നിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോൾ. അപ്പൊ ഈ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇവിടേക്ക് എത്തുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുന്നത് കൊണ്ട് ഇതിന്റെ ഡിസ്റ്റൻസ് ds വരും. ചില കേസിൽ എന്ത് ചെയ്യില്ല, ഇത് ഒബ്ജക്റ്റിന് ഫോഴ്സ്, ഈ ഒബ്ജക്റ്റിലേക്ക് ഫോഴ്സ് കൊടുത്താലും ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യില്ല. ആ സമയത്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത്രയും ഫിഗറിൽ ക്ലിയർ ആണല്ലോ? ആ ഇനി നമുക്ക് ഇവിടുത്തെ വർക്ക് കാണുന്നുണ്ടെങ്കിൽ, വർക്ക് ഡൺ കാണുന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ W വെച്ച് ഡിനോട്ട് ചെയ്യുക. W is equal to ഈ ഫോഴ്സ് ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അതാണ് നമ്മുടെ ഇതിലെ വർക്ക് ഡൺ ഇൻഡിക്കേഷൻ. വർക്ക് ഡൺ is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ക്ലിയർ ആണോ അത്? ഇനി ഇതിന്റെ ഒരു കേസ്, ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും വരാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചാല്, ഈ ബോഡി മൂവ് ചെയ്യാണ്, ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു. അത് നമ്മൾ ഇവിടെ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലേക്ക് ബോഡി മൂവ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ വരാ? ഈ ഒബ്ജക്റ്റ് ഇതിലേക്ക് ഫോഴ്സ് നമുക്ക് കൊടുത്തു. അപ്പൊ ഈ ഡയറക്ഷനിൽ അത് മൂവ് ചെയ്തു. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇങ്ങനെ വരുന്ന കേസ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് അല്ല വരുന്നത്. ഫോഴ്സ് ഇവിടെ കൊടുത്തു. അപ്പൊ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്തു. മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായാലും ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. താഴെ കുറഞ്ഞുകൊണ്ടുള്ള ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതിന് നമുക്ക് ഏതിന്റെ എക്സാമ്പിൾ പെടുത്താം? ഒരു നെഗറ്റീവ് കേസിൽ പെടുത്താം. ഈ വർക്ക് ഡൺ ഇൻഡിക്കേഷൻ നെഗറ്റീവ് ആവുന്ന കേസിൽ നമുക്ക് എന്ത് പെടുത്താം? ഈ ഒരു എക്സാമ്പിൾ പെടുത്താം. ക്ലിയർ ആണത്? ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇടാണ്, അല്ലെ? അപ്പൊ ഇത് താഴേക്ക് വീഴാൻ, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നുണ്ടെങ്കിൽ എന്തിന്റെ പവറാണ് താഴേക്ക് വീഴാൻ കാരണം? ഗ്രാവിറ്റി ഉള്ള ആ ഒബ്ജക്റ്റിന് ഭൂമിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് അത് താഴേക്ക് വരുന്നത്. അപ്പൊ ഇത് മുകളിൽ നിൽക്കുമ്പോഴും അത് പോസിറ്റീവ് ആണ്, താഴേക്ക് വരുമ്പോഴും അത് പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന കേസിനെ നമുക്ക് എന്ത് പറയാം? ബോഡിയുടെ മൂവ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് പറയാം. ജസ്റ്റ് പ്രോബ്ലം വരുമ്പോ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. ഒന്നും വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടോ. ക്ലിയർ ആണത്? ക്ലിയർ. ഇനി നമുക്ക് ഈ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് കാണണം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂണിറ്റ് കാണുന്നുണ്ടെങ്കിൽ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് മാസ് ആണ്. അപ്പൊ M. അപ്പൊ നമുക്ക് ന്യൂട്ടൺ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ M കിട്ടും. അപ്പൊ ന്യൂട്ടൺ M. അതല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് എന്ന് കൊടുക്കാം? 1 ജൂൾ എന്ന് കൊടുക്കാം. ഇതിന്റെ യൂണിറ്റ്, അതായത് വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ജൂൾ ആയാലും ന്യൂട്ടൺ മീറ്റർ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ M എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തന്നെയാണ്? അത് വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് തന്നെയാണ്. ഇനി 3-4 കേസ് നമുക്ക് ഇതിൽ പറയാനുണ്ട്. ഓരോ കേസ് എങ്ങനെ വരുന്നു? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ കേസ് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്. ഇവിടെ വരെ ക്ലിയർ അല്ലേ? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിന് കൊടുക്കുമ്പോൾ ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് ഇവിടെ എത്തി. അപ്പൊ ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് x ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ, നേരത്തെ പറഞ്ഞ സെയിം കേസ്, ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻറ്റു
ഇവിടുത്തെ ഡിസ്റ്റൻസ് എക്സ്. അപ്പൊ W ഈക്വൽ ടു F ഇൻറ്റു എക്സ് എന്ന് കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കുമ്പോൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ്? ഈ ഡിസ്റ്റൻസ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. ഫോഴ്സ് ഇപ്പൊ നമുക്ക് കൊടുക്കുന്നത് 10 കിലോ ഫോഴ്സ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 10 എന്നുള്ളത് തന്നെയാണ് എപ്പോഴും ഉണ്ടാവുക. ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നില്ല. പക്ഷെ ഈ സെക്കൻഡ് ഇവിടെ നിന്ന് ഇവിടേക്ക് മൂവ് ചെയ്യുന്നതോറും ഇത് ചേഞ്ച് ചെയ്യുന്നുണ്ടിരിക്കും. അപ്പൊ ഇവിടെ ചേഞ്ച് വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? ഈ ഡിസ്റ്റൻസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ, ഫോഴ്സിന് ചേഞ്ച് വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഒരു ഗ്രാഫിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇത് എക്സ് വൈ ഡയറക്ഷനിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗ്രാഫാണ് നോക്കാം, ഗ്രാഫായിട്ട് എടുക്കുക. ഗ്രാഫിൽ എക്സ് എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. നമുക്ക് കൊടുക്കുന്ന ഒറ്റ ഫോഴ്സ് മാത്രമേ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. ലൈനാണ്, ഇത് കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. എസ് മാത്രം ചേഞ്ച് ചെയ്ത് പോകും. ഈ എഫിന്റെ ഫോഴ്സ് ഇവിടെ തന്നെ നിൽക്കും, എസ് മൂവ് ചെയ്ത് നീങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെ ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെക്ടാംഗിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബെഡ്ത്ത് ആണ്. ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എഫും ബെഡ്ത്ത് എന്ന് പറയുന്നത് എസും ആണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ F=Fs എന്ന് നമുക്ക് എഴുതാം. ഈ ഒരു കണ്ടീഷൻ ഇത് ഗ്രാഫ് വെച്ചിട്ട് ഞാനത് പറഞ്ഞു, ഈ ഫിഗർ വെച്ചിട്ട് പറഞ്ഞു വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഈ ഒരു കേസ് പറഞ്ഞത് ക്ലിയർ ആണോ? ഇനി അടുത്ത കേസിൽ പറയുന്നത് നോക്കിയേ. ഇവിടെ നമ്മൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പൊ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇത് എങ്ങനെയാണോ ഈ ഒറ്റ ലൈനിൽ തന്നെ ആയിരിക്കും ഇത് മൂവ് ചെയ്യുക. ഈ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരേപോലെ തന്നെ ആയിരിക്കും, ഈ അറ്റം വരെ മൂവ് ചെയ്യുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കും. ഇനി അടുത്ത കേസ് ഇതിനൊരു ഇൻക്ലീഡ് ആംഗിളിൽ നമ്മൾ നേരത്തെ ഇൻക്ലീഡ് ആംഗിൾ ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പൊ ഇൻക്ലീഡ് ആംഗിളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഈ ഫോഴ്സ് ഈ ഒബ്ജക്റ്റിലേക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു ആംഗിൾ ഫോം ചെയ്യില്ല നമുക്ക്. ഇതും ഈ വരുന്ന ലൈനും ഈ ലൈനും തമ്മിൽ നമുക്ക് ഒരു ആംഗിൾ ഫോം ചെയ്യും, അത് തീറ്റ ആയിരിക്കും. അപ്പൊ തീറ്റയുടെ നമ്മൾ ഇൻക്ലീഡ് ആംഗിൾ, ഈ തീറ്റയുടെ നമുക്ക് ഇതിൽ നമുക്ക് ഈ തീറ്റയുടെ റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇവിടെയാണ് തീറ്റ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് തീറ്റ എഫ് ഇൻറ്റു കോസ് തീറ്റ എന്ന് ഈ സൈഡ് വരും. അത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ ഫോഴ്സ് ഇൻറ്റു കോസ് തീറ്റ എന്നുള്ളത് ഈ സൈഡും വരും. ഇത് വെർട്ടിക്കലി വരുന്നത് എഫ് ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും. ഇത് ക്ലിയർ അല്ലേ? നമ്മ മുന്നേ റിസോൾവ് ചെയ്യുന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം കേസിൽ തന്നെ ഇതിനെ റിസോൾവ് ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് വർക്ക് ഡൺ ഇക്വേഷൻ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ മൂവ് ചെയ്തത് ഈ ദൂരമാണ്. ഇവിടെ ഈ ടേമും ഇതുമാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വർക്ക് ഡൺ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയത്. അപ്പൊ ഫോഴ്സ് ആയിരിക്കും ഇവിടെ വരുന്നത്, അത് എഫ് കൊടുത്തു. ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാല് കോസ് തീറ്റ, ഈ ഇതിൽ ആംഗിൾ വരുന്നത് കോസ് തീറ്റ ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ്. അപ്പൊ നമുക്ക് എസ് കിട്ടും. നമുക്ക് എഫ് ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു എക്സ് എന്നാവും നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ ഗ്രാഫിലേക്ക് വരയ്ക്കുമ്പോൾ നോക്കിയാൽ ഈ ഗ്രാഫിൽ ഇങ്ങനെ തന്നെയല്ലേ വരാം. ഫോഴ്സോ ഈ ആംഗിൾ തീറ്റയോ മൂവ് ചെയ്യുന്നില്ല. ഈ ഒബ്ജക്റ്റ് എങ്ങനെ ഇങ്ങോട്ട് ഈ അറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് മൂവ് ചെയ്യിക്കുമ്പോഴും ഈ ആംഗിളും ചേഞ്ച് ചെയ്യില്ല, ഈ ഫോഴ്സും ചേഞ്ച് ചെയ്യില്ല. പക്ഷെ ഡിസ്റ്റൻസ് മാത്രമേ ഇവിടെ നിന്ന് നീങ്ങുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. അപ്പൊ എസ് മാത്രമേ വാരി ചെയ്യുന്നുള്ളൂ, ഈ ഫോഴ്സും കോസ് തീറ്റയും ചേഞ്ച് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇൻഡിക്കേഷൻ അങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന് എന്ത് ഇക്വേഷൻ കിട്ടിയത്? എഫ് കോസ് തീറ്റ ഇൻറ്റു എസ് ആണെന്ന് കിട്ടിയത് വർക്ക് ഡൺ എന്ന് പറഞ്ഞത്. ഇത് ക്ലിയർ അല്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ കേസ് പറയുന്നത് ഈ ഫോഴ്സ് വാരി ചെയ്യുന്ന ഒരു കേസാണ്. മൂന്നാമത്തെ കേസ് പറയുന്നത് ഫോഴ്സ് വാരി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ആദ്യത്തെ പോയിന്റിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഫോഴ്സ് 0 ആയിരിക്കും. മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോഴ്സ് വാരി ചെയ്തത് എഫ് ആയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വർക്ക് ഡൺ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, അതായത് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഫോഴ്സ് 0 ആയിരുന്നു. പിന്നെ നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫോഴ്സ് വാരി ചെയ്തു. ഇവിടേക്ക് വരുമ്പോഴേക്കും ഫോഴ്സ് വാരി ചെയ്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇതിന്റെ ആവറേജ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആയിരിക്കും. അപ്പൊ ആവറേജ് കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 0 പ്ലസ് എഫ് ഇനീഷ്യൽ വാല്യൂ പ്ലസ് ഫൈനൽ വാല്യൂ ഡിവൈഡ് ബൈ 2. അങ്ങനെയാണ് നമ്മൾ ആവറേജ് കാണാം. സ്റ്റാർട്ടിംഗ് വാല്യൂ പ്ലസ് എൻഡിങ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ആവറേജ് കിട്ടുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂടെ 0 ആയിരുന്നു, പിന്നെ അവസാനിക്കുന്നത് എഫിലാണ്. അപ്പൊ നമുക്ക് 0 പ്ലസ് എഫ് ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ആവറേജ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എസ് ആയിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ ഹാഫിനെ പുറത്തിട്ട ഹാഫ്, പിന്നെ വരുന്നത് ഇവിടുത്തെ എഫും ഇൻറ്റു എസ്. അപ്പൊ ഹാഫ് എഫ് ഇൻറ്റു എക്സ് എന്ന് കിട്ടും. ക്ലിയർ ആണോ? അത് ഇത് വെച്ചുകൊണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നോക്കിയേ. ഗ്രാഫിൽ എഫ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 പോയിന്റ് ആയിരുന്നു.
ഇത് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫോഴ്സ് വാരി ചെയ്ത് ഇവിടെ എത്തി, ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അങ്ങനെ ആകുമ്പോൾ ഈ സെയിം കേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക. ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ഈ ഒരു ആകൃതി എന്തായി, ഒരു ട്രയാങ്കിൾ. ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്തൊക്കെ റെക്ടാങ്കിൾ ആയിരുന്നു. റെക്ടാങ്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബെഡ്ത്ത് ആയിരുന്നു. ഇവിടെ നമുക്ക് എന്ത് വരും, റെക്ടാങ്കിൾ സൈസ്. ഇത് വരുമ്പോൾ ട്രയാങ്കിൾ ഷേപ്പായി. ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് ബെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. അപ്പൊ നമുക്കിവിടെ ബെഡ്ത്ത് എക്സും ഹൈറ്റ് എഫും. അപ്പൊ ഹാഫ് എഫ് ഇൻറ്റു എക്സ്. സെയിം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. ക്ലിയർ അല്ലേ ഇത്? ഇനി നാലാമതൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. നാലാമതൊരു കണ്ടീഷൻ വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള കണ്ടീഷൻ. അതായത് നമുക്കിപ്പോ ഇവിടെ ഇതിപ്പോ ഇങ്ങനെ വരുമ്പോ ഇപ്പൊ ഇതിന്റെ ഗ്രാഫ് എങ്ങനെ പോകുന്നു, നേരത്തെ വരച്ച ഗ്രാഫ് രണ്ടെണ്ണം ഇങ്ങനെ ആയിരുന്നു. ഒന്ന് റെക്ടാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ പോയിക്കോളും. എഫ് വാരി ചെയ്യാണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ കിട്ടും നമുക്ക് ആംഗിളിൽ. എഫ് വാരി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഡയഗണൽ ഒരു ലൈൻ കിട്ടും. ഇത് രണ്ടാണ് നമുക്ക് ഇത്ര നേരം ചെയ്തപ്പോൾ കിട്ടിയത്. ഇവിടെ നമ്മൾ പറയണമെന്ന് വെച്ചാൽ എഫ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ചെറിയൊരു ഡീവിയേഷൻ ആണ് വരുന്നത്. പക്ഷെ അപ്പൊ ചെറിയ ഡീവിയേഷൻ വെച്ചാൽ ഈ ലൈന് ചെറിയൊരു ഡീവിയേഷൻ. അപ്പൊ ലൈൻ ആയിരിക്കില്ല, ലൈൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കർവായിട്ടുണ്ടാവും ഈ ലൈൻ. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ, ഇപ്പൊ ഇവിടത്തെ ലൈൻ ഇത് നേർരേഖ ആയതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, ഇതൊരു റെക്ടാങ്കിൾ ഷേപ്പിൽ നമുക്ക് എടുത്തുകൊണ്ട് ഇതിന്റെ ഏരിയ കാണാം. ഇത് ഡയഗണൽ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ നമുക്ക് എന്താക്കി, ഇത് ട്രയാങ്കിളിന്റെ ഷേപ്പിൽ എടുത്തിട്ട് നമുക്ക് ഏരിയ കാണാൻ പറ്റും. പക്ഷെ ഇതിന് നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. ഇതിൽ ചെറിയ കർവ് ഉണ്ട്. അപ്പൊ ഈ അറ്റം ചെറുതാണെങ്കിൽ ഈ അറ്റം വലുതാണ്. ഇവിടെ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല, ഇതിന്റെ ഏരിയ കാണാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ സെൻട്രലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ ഒരു ഭാഗം മാത്രം കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ. അത് നെഗ്ലക്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ചെറിയൊരു ഭാഗം മാത്രമേ വ്യത്യാസം വരുള്ളൂ. അപ്പൊ ഇത്രയും ഭാഗത്തിന് നമുക്ക് ഡി എസ് എന്ന് കൊടുക്കുക. അപ്പൊ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ കാണാൻ മതി നമുക്ക്. അപ്പൊ ഏരിയ കാണാൻ ഇത് റെക്ടാങ്കിൾ ഷേപ്പാണ്, വീണ്ടും ഫോം ചെയ്ത് റെക്ടാങ്കിൾ ഷേപ്പാണ്. അപ്പൊ നമുക്ക് എന്തിന്റെ കൊടുക്കാം, എഫ് ഇൻറ്റു ഡി എക്സ് തന്നെ വരും. അപ്പൊ ഈ ഡി എക്സിന്റെ കേസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, അത് ഇന്റഗ്രേഷൻ ചെയ്യണം. അപ്പൊ ഈ വർക്ക് ഡൺ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇന്റഗ്രേഷൻ ഓഫ് ഡബ്ല്യു ഈക്വൽ ടു ഇന്റഗ്രേഷൻ ഓഫ് എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടും. ഇതാണ് അതിന്റെ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആണോ? 4 കേസ് തന്നെ ഇപ്പൊ പറഞ്ഞു. ഇനി പറയണ്ടല്ലോ ഇത്. അടുത്ത ടോപ്പിക്ക് പോകാലോ. ഇനി അടുത്തത് ഒരു സ്ട്രിങ്ങിന്റെ കേസ് എടുക്കുകയാണ്. ഒരു സ്ട്രിങ്ങിന്റെ കേസിൽ ഈ സ്ട്രിങ് ഇവിടെ തുടങ്ങി ഇവിടെ വരെ ഇപ്പൊ ഇതിങ്ങനെ നിൽക്കുകയാണ് സ്ട്രിങ്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ഈ ഫോഴ്സ് F0 ആയിരുന്നു. ഇനി ഒരു ഫോഴ്സ് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇവിടെ നിന്ന് ഇത്രയും ദൂരത്തിൽ ഇങ്ങോട്ട് മാറി, ഇങ്ങോട്ട് പ്രസ് ആയിട്ട് മാറി. അപ്പൊ മാറിയ ഈ ഡിസ്റ്റൻസിന് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. ഈ സ്പ്രിങ്ങിന്റെ കേസിൽ നമുക്ക് ഇതിനെ കെ ആയിട്ട് ഡിനോട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഈക്വൽ ടു ഈ കെ ഇവിടെയാണ് ഫോഴ്സ് വരുന്നത്. അപ്പൊ ഫോഴ്സ് വരുന്ന ഭാഗം ഫോഴ്സ് കെയും മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എക്സ്. അപ്പൊ ഈ എഫിന്റെ ഇക്വേഷൻ എന്തായി, കെ ഇൻറ്റു എക്സ് ആയി. ക്ലിയർ ആണോ? ഇനി ഇത് അടുത്ത കേസ്, ഇത് ഇപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 തുടങ്ങി ഇവിടെ മൂവ് ചെയ്യുന്നു പറഞ്ഞില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ഇതിന്റെ ആവറേജ് കേസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വരും, ഡബ്ല്യു ഈക്വൽ ടു ആവറേജ് കേസ് വരുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0, പിന്നെ വരുന്നത് നമ്മളിപ്പോ കിട്ടിയ കെ എസ്. അപ്പൊ 0 പ്ലസ് കെ എക്സ് ഡിവൈഡ് ബൈ 2 ആവറേജിന്റെ ഇക്വേഷനിലേക്ക് ആക്കാം നമുക്ക് ഈ തന്ന ടൈമിന്. അപ്പൊ 0 പ്ലസ് കെ എക്സ് ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ തുടങ്ങിയുള്ള ദൂരം എക്സ്. അപ്പൊ ഒരു എക്സ് കൂടി വരും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഈ ഹാഫ് പുറത്തിടുക, 0 പോയി, ഹാഫ് പുറത്തിടുക, കെ ഇൻറ്റു എക്സിന്റെ എക്സ്. അപ്പൊ കെ എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ക്ലിയർ ആണോ? അത് ഇതാണ് വർക്ക് ഡൺ. ക്ലിയർ എന്നല്ലേ പറഞ്ഞേ? അപ്പൊ വർക്ക് ഡൺ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടി. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ കെ ഇൻറ്റു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി. ഇനി എനർജി കാണാനുള്ള ഇക്വേഷൻ. എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് നമുക്ക് എനർജി എന്ന് പറഞ്ഞത്. വർക്കിന്റെ എനർജിയുടെയും യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് ജൂൾ തന്നെയാണ്. വർക്ക് നമ്മൾ നേരത്തെ കണ്ടപ്പോൾ അതിന്റെ യൂണിറ്റ് ജൂൾ ആണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഇവിടുത്തെ എനർജിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞാലും അതും ജൂൾ തന്നെയാണ്. അപ്പൊ ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള വർക്ക് ഉണ്ട്. ഒന്ന് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജി, അതാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് ഹാഫ് എം വി സ്ക്വയർ. മുന്നേ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്, ഒരു ഒബ്ജക്റ്റ് ഒരു മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമുക്ക് എന്ത് വരും, ഇവിടെ വരുന്നത് താഴേക്ക് വീഴുന്ന സമയത്ത് വരുന്നതാണ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ് എം ജി എച്ച്. 2 ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും.
കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് mv², പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ളത് mgh. രണ്ട് മുന്നേ പഠിച്ചിട്ടുണ്ട്. വർക്കിന്റെയും എനർജിയുടെയും യൂണിറ്റ് ജൂൾ ആണ്. ഇതുവരെ ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി വർക്ക് എനർജി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല് വർക്ക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എനർജി ആണ് വർക്ക് എനർജി എന്ന് പറഞ്ഞത്. അത് എനർജി ചേഞ്ച് ചെയ്യുന്നതിനെയാണ്. അത് ഇപ്പൊ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജി രണ്ടും കൂടി വരുമ്പോഴാണ് നമുക്ക് എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ന് പറയുന്നത് വർക്ക് എനർജി എന്ന് പറയുന്നത്. അപ്പൊ വർക്ക് എനർജി ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് എനർജി ആയിരിക്കും വർക്ക് എനർജി എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഡെറിവേഷൻ വെറുതെ എങ്ങനെയാണെന്ന് നോക്കാം. ഡെറിവേഷൻ നമുക്ക് പഠിക്കാനല്ല, മുന്നേ പഠിച്ചിട്ടുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ കൺസെപ്റ്റ് എന്താണെന്നൊക്കെ കാണുമ്പോൾ അത് അറിയാൻ വേണ്ടി പറഞ്ഞു. കൺസെപ്റ്റ് ഓൺലി എന്നാണ് നമുക്ക് സിലബസ് തന്നിട്ടുള്ളത്. അപ്പൊ എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ് ഫോഴ്സ് നമുക്കറിയാം. അപ്പൊ ഒരു ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വെലോസിറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള മൂവ് ചെയ്യുമ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് എസ് എന്നറിയാം. ഇവിടെ നമുക്കൊരു ഇനീഷ്യൽ വെലോസിറ്റി, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് അതിന് അവസാനിക്കുന്ന സമയത്ത് ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ടായിരിക്കും. ഇത് നമുക്ക് ആക്സിലേഷൻ കാണാനുള്ള ഇതിലത്തെ ആക്സിലേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞു? dv/dt ആണ് നമുക്കറിയാം അല്ലെ? വെലോസിറ്റിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആക്സിലേഷൻ കിട്ടും നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ എഫ് ഇസ് ഈക്വൽ ടു ന്യൂട്ടന്റെ സെക്കൻഡ് ലോ എഫ് ഇസ് ഈക്വൽ ടു എം എയില് എക്ക് പകരം ഇത് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നോക്കിയേ, എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു dv/dt ആണ് വരിക കേട്ടോ. dv/dt വരും. ഈ dv/dtക്ക് പകരം ഇവിടുത്തെ വീട് ആവശ്യമില്ല, ഇൻറ്റു വി, അതായത് എം ഇൻറ്റു വെലോസിറ്റി ആണ് എഴുതിയേക്കണം. എം ഇൻറ്റു dv/dx ഇൻറ്റു, അതായത് എം ഇൻറ്റു dv/dx ഇൻറ്റു വെലോസിറ്റി നമ്മൾ കൊടുത്തേക്കാണ്. ഇനി നമ്മളോട് പറയുകയാണ് ഈ dv/dtക്ക് പകരം, ഈ dv/dtക്ക് പകരം നമുക്ക് നിന്ന് കൊടുക്കാം ഇൻറ്റു dx/, ഇവിടെ dx ഇവിടെ dt കൊടുക്കുക. അപ്പൊ ഇതിൽ ഈ dxഉം ഈ dxഉം ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് തന്നെ കിട്ടും, dv/dt തന്നെ കിട്ടും. അത് ക്ലിയർ ആണോ? അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇവിടെ dv/ds ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കും. അപ്പൊ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ ഇവിടെ. അപ്പൊ ഈ സെറ്റ് ചെയ്യുമ്പോൾ ഇനി കാണുന്നത് എന്താണ്? അപ്പൊ ഈ dxന്റെ ടേം മാത്രമേ ഇവിടെ. അപ്പൊ ഈ ടേം എന്തായി? ഈ dx/dt ആണ് നമുക്ക് നിന്ന് കിട്ടിയത്. ഇതാണ് നമ്മുടെ വെലോസിറ്റി. അതാണ് ഇവിടെ v വരാൻ കാരണം. ഇപ്പൊ ഈ dv/dt ആയിരുന്നു നമ്മുടെ ആക്സലറേഷൻ. dx/dt എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഡിസ്പ്ലേസ്മെന്റിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെലോസിറ്റിയാണ്. അപ്പൊ ഈ dv/dt ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്താക്കി? dv/dx ഇൻറ്റു dx/dt നോക്കി, അതായത് ഈ dxഉം dxഉം ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ. അപ്പൊ dv/dt നമുക്ക് കിട്ടും. അപ്പൊ ഈ ഇക്വേഷൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഈ dx/dtക്ക് പകരം നമുക്ക് എന്ന് കൊടുക്കാം, v എന്ന് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായി? m ഇൻറ്റു dv/dx അങ്ങനെ തന്നെ എഴുതി, ഇത് അങ്ങനെ തന്നെ എഴുതി, ഇതിന് പകരം v എന്ന് കൊടുത്തു. ക്ലിയർ ആണത്? എന്നിട്ട് ഈ dxനെ ഇവിടെ ഡിവിഷനിലുള്ള dxനെ ഇപ്പുറത്തോട്ടാക്കി. അപ്പൊ നമുക്ക് f ഇൻറ്റു dx എന്ന് കിട്ടി. ഇവിടെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തെ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ് 0 ആയിരിക്കും. പിന്നെ മൂവ് ചെയ്യുമ്പോഴാണ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യുമ്പോൾ എക്സ് ചേഞ്ച് ആവും. അപ്പൊ നമുക്ക് ഇതിൽ 0 ടു x വരെ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, f dxനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, എൻഡിൽ ഒരു ഫൈനൽ വെലോസിറ്റി ഉണ്ട്. അപ്പൊ ഇവിടുത്തെ ഇന്റഗ്രേഷൻ ഇനീഷ്യൽ വെലോസിറ്റി u ആയിട്ടും ഫൈനൽ വെലോസിറ്റി v ആയിട്ടും കൊടുക്കുക. ബാക്കി ഈ ടേമിൽ ബാക്കിയുള്ളത് എന്താണ്? ഇവിടെ എമ്മും വിയും dv ആണ്. അപ്പൊ m ഇൻറ്റു v ഇൻറ്റു dv എന്ന് കിട്ടും. ക്ലിയർ ആണത്? ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഫ് കോൺസ്റ്റന്റ് ആണ്, പുറത്തിടുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 1 വരും. 1നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന്റെ ടേബിളാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സ് കിട്ടും. ആ എക്സിനെ 0 ടു എക്സ് ഇന്റർവെൽ കൊടുക്കുക. ഫസ്റ്റ് സൈഡ് ക്ലിയർ ആയി. ഇവിടുത്തെ എം കോൺസ്റ്റന്റ് ആണ്, ഇതിനടുത്ത് പുറത്തേക്ക് ഇടുക. ബാക്കി ഇവിടെ വി ഉണ്ട്. ഈ വിനെ dv/dt ആണ് ചെയ്യേണ്ടത്, ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. വിനെയാണ് ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ചെയ്യേണ്ടത്. അപ്പൊ വിനെ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ വിയുടെ പവർ ഇപ്പോൾ ഉണ്ടായിരുന്നത് 1 ആണ്. ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ +1 വരും. ഈ ടേം തന്നെ 1 + 1 തന്നെ താഴെയും വരും. അപ്പൊ നമുക്ക് എന്ന് കിട്ടും? v²/2 എന്ന് കിട്ടും. അതാണ് ഇവിടെ v²/2 കിട്ടിയത്. ഇന്റർവെൽ കൊടുക്കുന്നത് -u to v. അപ്പൊ -u to v കിട്ടി. ഇത് ക്ലിയർ ആണോ? ഇനി ഈ എക്സിൽ 0 ടു എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. എക്സ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ? എക്സ് മാത്രം ഉണ്ടാവും. അപ്പൊ എക്സ് ഇൻറ്റു എഫ് ചെയ്യുമ്പോൾ f ഇൻറ്റു എക്സ് നമ്മൾ കിട്ടി. ഇനി എമ്മിനെ ഇവിടെ തന്നെ അങ്ങനെ തന്നെ നിർത്തി. ഈ v² യുവും കൊടുക്കണം, വിയും കൊടുക്കണം. ഈ വിയുടെ സ്ഥാനത്ത്
v ആദ്യം കൊടുക്കുക, മുകളിലുള്ള വാല്യൂ ആദ്യം കൊടുക്കുക, അതിനുശേഷം ഈ v സ്ക്വയർ സ്ഥാനത്ത് u കൊടുക്കുക. അപ്പൊ മുകളിൽ കൊടുക്കുമ്പോൾ എന്താവും, മുകളിൽ vക്ക് v തന്നെ കൊടുക്കുമ്പോൾ v സ്ക്വയർ ഡിവൈഡ് ബൈ 2 തന്നെ വരും. താഴത്തെ ടേം കൊടുക്കുമ്പോൾ എന്ത് വേണം, മൈനസ് ചെയ്യണം. അവിടെ മൈനസ് ഇട്ടു. സെക്കൻഡ് ടേം vക്ക് പകരം u കൊടുക്കുക. അപ്പൊ u സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി ഇതിലത്തെ m ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ m ഇൻറ്റു വി സ്ക്വയർ ഡിവൈഡ് ബൈ 2ഉം ഇത് പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ m ഇൻറ്റു യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നും കിട്ടും. അപ്പൊ ഈ f ഇൻറ്റു എക്സ് ഇതായി നമ്മുടെ ഇക്വേഷൻ. ഇപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? അപ്പൊ ഈ എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്ക് ഡൺ ആയിരുന്നു. വർക്ക് ഡൺ ആണ് എഫ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, വർക്ക് ഡൺ എന്ന് കൊടുക്കാം. ഇതെന്താ, ഇനീഷ്യൽ മൂവ് ചെയ്തിരിക്കുന്ന കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും. അപ്പൊ മൂവിങ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് ഇവിടെ കിട്ടിയത് നമുക്ക്. എം വി സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് എം യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 കിട്ടി. ഇപ്പൊ ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് കിട്ടിയത്. അപ്പൊ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആണെന്നാണ് ഇപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ ആണത്? ഇത്രയും മതി നമുക്ക് ടോപ്പിക്. ഈ പറഞ്ഞതെല്ലാം ക്ലിയർ അല്ലേ? ഇനി ഇതില് പ്രൊജക്ടൈൽ മോഷന്റെ ഒരു ഭാഗം കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഈ യൂണിറ്റ് കഴിയും. പ്രൊജക്ടൈൽ മോഷനിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇതുപോലെ പ്രോബ്ലംസ് ക്വസ്റ്റ്യൻ ഇട്ട് ഇതുപോലെ ഞാൻ ചെയ്തിട്ട് ഇതുപോലെ വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാം. അപ്പൊ അത്രയും കൂടി മൂവ് ചെയ്യാൻ പറ്റും. ഇന്ന് പറഞ്ഞ കാര്യമൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ അല്ലേ? ഒന്ന് ലീവ് ചെയ്തു.